അങ്ങാടിപ്പുറം തിരുമാന്നാങ്ങുന്ന ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി കണ്ടത്തിലെ നടീൽ യജ്ഞത്തിന് വൻ ജനപ്രവാഹം. ആറാട്ടുകടവിന് സമീപമുള്ള വലിയ കണ്ടത്തിലാണ് ആചാരമുറയനുസരിച്ച് നടീൽ യജ്ഞം നടന്നത്. പുരാതന കാലം മുതൽ തിരുമാന്താംകുന്ന് വലിയ കണ്ടം നടീൽ മുറതെറ്റാതെ നടത്തിവരുന്നതാണ്. രാവിലെ പന്തിരടി പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നുള്ള വിളക്ക് തെളിയിച്ച് കളത്തും ചാലിക്കൽ കർഷക കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ കെ സി അയ്യപ്പൻ, കെ സി കുട്ടൻ എന്നിവർ ഇളനീർ വെട്ടി ആടിയ ശേഷം ആദ്യ നടീലിലുള്ള ഞാറ്റുമുടി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാലിന് കൈമാറി. അദ്ദേഹം ആദ്യ ഞാറ് നട്ട് യജ്ഞത്തിന് സമാരംഭം കുറിക്കുകയും തുടർന്ന് ജാതി, ലിംഗ, പ്രായഭേദമന്യേ പാടത്തിന്റെ കരയിൽ കൂടിയ ഭക്തജനങ്ങൾ അമ്മേ ഭഗവതി എന്ന് ഉരുവിട്ട് കണ്ടത്തിലിറങ്ങി നടീൽ ആരംഭിച്ചു. വലിയ കണ്ടം നടീലിന്റെ ഭാഗമാകുന്നതിലൂടെ തങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നടീൽ യജ്ഞത്തിന് ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ AN, ഹെഡ് ക്ലർക്ക് പി ഗിരി, ജീവനക്കാരനായ അനിൽജി നായർ എന്നിവർ നേതൃത്വം നൽകി. തിരുമാന്താംകുന്നിൽ അമ്മയുടെ നിത്യഭക്തനും ഗാനരചയിതാവുമായ PC അരവിന്ദൻ തുടങ്ങി പൗരപ്രമുഖരും വിദൂരദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും പങ്കാളികളായി. തിരിഞ്ഞു പന്തീരടിക്ക് മുമ്പായി വലിയ കണ്ടം നടീൽ പൂർത്തിയാക്കി അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ മുള്ളിയാർ കൃഷി ഭാഗങ്ങളിൽ നിന്ന് എത്തിയ കർഷക കുടുംബത്തിലെ ആപാരവൃത്തം ജനങ്ങൾ വടക്കേ നടയിൽ ചവിട്ടുകളി നടത്തി. ദേവിക്ക് നിവേദിച്ച പായസം ഭക്തർക്ക് പ്രസാദമായി നൽകി. ഉച്ചയ്ക്ക് നിവേദിച്ച പായസം ഉൾപ്പെടെ വിശേഷ അന്നദാനത്തിൽ 3000-ലധികം ഭക്തർ പങ്കെടുത്തതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.